നമസ്കാരം. ഞാൻ ഡോക്ടർ എൻ കൃഷ്ണകുമാർ, കേരള നിയമസഭാ സെക്രട്ടറി. എന്താണ് നിയമം? എങ്ങനെ ആയിരിക്കണം നിയമം? അതാണ് ഇന്നത്തെ വിഷയം. നിയമം എന്നുള്ളതിനെക്കുറിച്ച് പലരും പല നിർവചനങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാലും ആധികാരികമായ നിർവചനം ജോൺ ഓസ്റ്റിൻ്റെയാണ്. അദ്ദേഹം തൻ്റെ പ്രോവിൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിറ്റർമിൻഡ് എന്ന പുസ്തകത്തിൽ എന്താണ് ലോ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലോ ഈസ് എ കമാൻഡ് ഓഫ് ദി സോവറിൻ. നിയമം എന്ന് പറയുന്നത് പരമാധികാരിയുടെ കൽപ്പനയാണ്. ഈ നിർവചനം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നിയമം എന്നുള്ളതിൽ 3 എലിമെൻറ്റ്സ്, 3 ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതായി കാണാം. ഒന്ന് സോവറിൻ അഥവാ പരമാധികാരി, 2 കമാൻഡ് അഥവാ കൽപ്പന, മൂന്നാമത്തത് ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു എലിമെൻ്റാണ് സാങ്ഷൻ അഥവാ പണിഷ്മെൻറ്റ്. എന്താണ് സോവറിൻ അഥവാ പരമാധികാരി? അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറയാം, ഇഫ് എ ഡിറ്റർമിനേറ്റ് ഹ്യൂമൻ സുപ്പീരിയർ നോട്ട് ഇൻ ദി ഹാബിറ്റ് ഓഫ് ഒബീഡിയൻ ടു എ ലൈക്ക് സുപ്പീരിയർ ബട്ട് റിസീവ്സ് ഹാബിച്വൽ ഒബീഡിയൻസ് ഫ്രം ദി ബൾക്ക് ഓഫ് ദി ഗിവൺ സൊസൈറ്റി, ദാറ്റ് ഡിറ്റർമിനേറ്റ് ഹ്യൂമൻ സുപ്പീരിയർ ഈസ് കാൾഡ് സോവറിൻ ഇൻ ദാറ്റ് സൊസൈറ്റി. അതായത് മനുഷ്യനായിട്ടുള്ള ഒരു സുപ്പീരിയർ ആയിരിക്കണം. അതേസമയം മറ്റൊരു സുപ്പീരിയറിന് മുൻപിൽ വണങ്ങാൻ പാടില്ല, തല കുമ്പിടാൻ പാടില്ല. അതേസമയം ഹാബിച്വൽ മീൻസ് പെർപ്പച്വൽ, പെർമനൻറ്റ്, എവർ ലാസ്റ്റിംഗ്, എറ്റേണൽ എന്നൊക്കെ അർത്ഥം. ഒബീഡിയൻസ് ഫ്രം ദി ബൾക്ക് ഓഫ് ദി ഗിവൺ സൊസൈറ്റി, സമൂഹത്തിൽ നിന്ന് ആകെ തന്നെ ഒരു ബഹുമാനം ആർജിച്ചിട്ടുള്ള സുപ്പീരിയർ ആയിരിക്കണം. അദ്ദേഹമാണ് സോവറിൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ഹെഡ്. 2 കമാൻഡ്. വാട്ട് ഈസ് കമാൻഡ്? എക്സ്പ്രഷൻ ഓഫ് വിൽ ഓഫ് ദി സോവറിൻ ഈസ് കാൾഡ് കമാൻഡ്. ആ പരമാധികാരിയുടെ മനസ്സിലിരിപ്പിൻ്റെ പ്രകടനമാണ് കമാൻഡ്. അതിന് ഒരു ആധികാരികതയുണ്ട്, ഒരു ശക്തിയുണ്ട്. മാത്രവുമല്ല, ആ ശക്തമായ കമാൻഡ് നടപ്പാക്കാതിരുന്നാൽ നടപ്പാക്കാതിരിക്കുന്ന ആളിന് ചില ഈവിൾ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. ആ ഈവിൾ കോൺസിക്വൻസസിനെയാണ് സാങ്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ സാങ്ഷൻ മീൻസ് സം ഈവിൾ കോൺസിക്വൻസസ് വിച്ച് വിൽ ബി ഇൻഫ്ലിക്റ്റഡ് ഓൺ എ പേഴ്സൺ ഇൻ കേസ് ഓഫ് ഹിസ് ഡിസൊബീഡിയൻസ് ടു ദി കമാൻഡ് ഓഫ് ദി സോവറിൻ. സോവറിൻ പറഞ്ഞത് കേൾക്കാതിരുന്നാൽ, അനുസരിക്കാതിരുന്നാൽ, വഴങ്ങാതിരുന്നാൽ ഉണ്ടാകുന്ന തിക്തഫലം, അതാണ് സാങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 എലിമെൻസും ചേർന്ന് വന്നാലേ ശരിക്കും നിയമമാവൂ എന്നാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. പക്ഷേ ഈ നിർവചനത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്, പരിമിതികളുണ്ട്, പരിധികളുണ്ട്. അതിൽ ഒരെണ്ണം പറയാം. പേഴ്സണൽ ലോസ്, അതുപോലെ തന്നെ കസ്റ്റമറി ലോസ്. ഈ ലോസിനും ഒന്നും തന്നെ ഒരു സോവറിൻ ഇല്ല, ഒരു പരമാധികാരി ഇല്ല. അത് ഒരു കമാൻഡിൻ്റെ രൂപത്തിലും അല്ല, ഇനി നടപ്പാക്കിയില്ലെങ്കിൽ ഒട്ട് സാങ്ഷനും ഇല്ല. പക്ഷെ എന്നാലും ആ നിയമമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓസ്റ്റിൻ്റെ ഈ അളവുകോല് വച്ച് നമുക്ക് ഈ നിയമങ്ങളെയൊന്നും അളക്കാനാകില്ല. അതവിടെ നിൽക്കട്ടെ. ഇനി വേറെ നിർവചനത്തിലേക്ക് കടക്കാം. മറ്റൊരു നിർവചനം നൽകിയത് സാൽമണ്ടാണ്. സാൽമണ്ട് പറയുന്നു, ലോ ഈസ് എ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ബൈ ദി സ്റ്റേറ്റ് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം തത്വങ്ങളെയാണ് നിയമം എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റിൻ്റെ 3 വിങ്സ് ഉണ്ടല്ലോ, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി. ജുഡീഷ്യറിയാണ് അദ്ദേഹം അർത്ഥമാക്കിയത്. എന്ന് പറഞ്ഞാൽ കോടതി നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾ മാത്രമാണ് നിയമം. സോ ലോ ഈസ് എ ടൂൾ ഫോർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, വേറൊരു ഭാഷയിൽ പറഞ്ഞു. ഇത് ശരിയാണോ എന്നുള്ളതിനെക്കുറിച്ചും ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായൊരു വിമർശനം വിനോഗ്രഡോഫ് എന്ന് പറഞ്ഞ ജൂറിസ്റ്റിൻ്റെയാണ്. വിനോഗ്രഡോഫ് ഇങ്ങനെ വിമർശിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ നിർവചനം തലകീഴായിട്ടുള്ളതാണ്, തല തിരിഞ്ഞതാണ്, അല്ലെങ്കിൽ സൈക്ലിക് ആയിട്ടുള്ള നിർവചനമാണെന്ന് വിമർശിക്കുന്നു. അദ്ദേഹം പറയുന്നത്, സാൽമണ്ട് പറയുന്നു, ഇറ്റ് ഇസ് എ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്ലൈഡ് ബൈ സ്റ്റേറ്റ് ഇൻ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. നീതി നടപ്പാക്കാനുള്ള എന്താണോ അതാണ് നിയമം എന്ന് പറയുന്നു. അങ്ങനെയല്ല പറയേണ്ടത്, തിരിച്ചു പറയണം. ആശയം അത് തന്നെയാണ്, പക്ഷേ പറയുമ്പോൾ തിരിച്ചു പറയണമെന്ന് അദ്ദേഹം പറയുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിമർശിക്കുന്ന രീതി നോക്കൂ. വിനോഗ്രഡോഫ് പറയുന്നു, മോട്ടോർ കാർ മീൻസ് സംതിങ് ഡ്രിവൺ ബൈ എ ഷോഫർ. ഷോഫർ മീൻസ് ഡ്രൈവർ. ഡ്രൈവറിനാൽ ഓടിക്കപ്പെടുന്ന എന്താണോ അതാണ് കാറ് എന്ന് പറഞ്ഞാൽ ഒരു സുഖക്കുറവ്. കാർ ഓടിക്കുന്ന ആളാണ് ഡ്രൈവർ.
അതുപോലെ അദ്ദേഹം വേറൊരു ഉപമ കൂടെ പറയുന്നുണ്ട്. മെഡിസിൻ മീൻസ് സംതിങ് പ്രിസ്ക്രൈബ് ബൈ എ ഡോക്ടർ. ഡോക്ടറിനാൽ പ്രിസ്ക്രൈബ് ചെയ്യപ്പെടുന്നത് എന്താണോ അതാണ് മെഡിസിൻ എന്ന് പറയുന്നത് ശരിയല്ല. ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, അല്ല ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടല്ല അത് മെഡിസിനായത്. അതുപോലെ കോടതി നടപ്പാക്കിയതുകൊണ്ടല്ല അത് നിയമമായത് എന്ന് അദ്ദേഹം വിമർശിക്കുന്നു. കോടതി നടപ്പാക്കുന്നത് എന്താണോ അതാണ് നിയമമെന്നല്ല പറയേണ്ടത്, നീതി നടപ്പാക്കാനാണ് കോടതി. ഏതുപോലെ മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യാനാണ് ഡോക്ടർ, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾ ഡ്രൈവർ എന്നൊക്കെ പറയുന്ന പോലെ സ്ട്രെയിറ്റായി പറയൂ എന്ന് അദ്ദേഹം വിമർശിക്കുന്നു. എന്തായാലും മറ്റൊരു നിർവചനം കൂടെ നമുക്ക് നോക്കാം. കെൽസൺ, ഹാൻസ് കെൽസൺ. അദ്ദേഹം 2 സംഭാവനകൾ നൽകി. ഒന്നാമത്തെ സംഭാവന കൺസെപ്റ്റ് ഓർ തിയറി ഓഫ് പിരമിഡ് ഓഫ് നോംസ്. എന്താണ് ഈ ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് പറഞ്ഞാൽ, ഒരു കോടതിയിലൊരു കേസ് വിധിക്കാൻ വന്നിരിക്കട്ടെ. ആ കേസ് കോടതിയിൽ വരുമ്പോൾ കോടതി ഒരു വിധി നൽകുന്നു. അതൊരു ജഡ്ജ്മെൻ്റ് ലോ, ജഡ്ജ്മെൻ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാം. ആ ജഡ്ജ്മെൻറ്റ് വന്നത് ശരിക്കും ആ കേസിലെ ഫാക്ട്സിൽ നിന്ന് മാത്രമാണോ? അല്ല, തീർച്ചയായിട്ടും ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിധി വന്നിട്ടുള്ളത്. അപ്പോൾ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിധി വന്നിരിക്കുന്നത്. ആ നിയമങ്ങൾ ഉണ്ടാക്കിയതോ പാർലമെൻറ്റാണ്. ആ പാർലമെൻറ്റ് ഉണ്ടാക്കിയതോ കോൺസ്റ്റിറ്റ്യൂഷനാണ്. വേറെ തിരിച്ചു പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു, പാർലമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് പറയുന്നു, ഘടനയെക്കുറിച്ച് പറയുന്നു. ആ പാർലമെൻറ്റ് സൃഷ്ടിച്ചതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ സൃഷ്ടിച്ചതാണ് പാർലമെൻറ്റ്. ആ പാർലമെൻറ്റ് സൃഷ്ടിച്ചതാണ് നിയമം. ആ നിയമം സൃഷ്ടിച്ചതാണ് ആ കോടതി വിധി. ഇങ്ങനെ ഒരു പിരമിഡ് രൂപത്തിൽ വരച്ചാൽ പിരമിഡിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് ജഡ്ജ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ലോ ആണ്, പാർലമെൻറ്റ് ഉണ്ടാക്കിയ നിയമമാണ്. അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റാണ്, അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇങ്ങനെ പിരമിഡിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഭരണഘടനയാണ്. ഇത് ഒരു ജനാധിപത്യ രാജ്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. പക്ഷേ ഒരു ഏകാധിപതി ഭരിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ അങ്ങേരുടെ വില്ലായിരിക്കും ചിലപ്പം ബേസിക്കായിട്ടുള്ള ആ കൺസെപ്റ്റ്, അതിലായിരിക്കും മൊത്തം അടുക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ബേസിക് നോമിനെ അദ്ദേഹം വിളിച്ച പേരാണ് ഗ്രണ്ട് നോം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷനാണ് ഗ്രണ്ട് നോം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് കോടതി വിധികളായാലും ശരി തന്നെയാണ്, നിയമങ്ങളായാലും ശരി തന്നെയാണ്, അതെല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ വിധേയമായിരിക്കണം എന്നർത്ഥം. അത് സ്പെസിഫിക്കായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 13(2) പറയുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെ നിയമം ഉണ്ടാക്കിയാലും ആ നിയമം ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് വിരുദ്ധമാകാൻ പാടില്ല, വിധേയമായിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ഹാൻസ് കെൽസൻ്റെ മറ്റൊരു സംഭാവനയിലേക്ക് കടക്കാം. അദ്ദേഹം എങ്ങനെയായിരിക്കണം ജഡ്ജസ് വിധി പറയേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. ജഡ്ജ്മെൻറ്റ് ലോ എങ്ങനെയായിരിക്കണം, ജഡ്ജസ് ഉണ്ടാക്കുന്ന നിയമം എങ്ങനെയായിരിക്കണം. അദ്ദേഹം പറയുന്നു സച്ച് ലോ ഉദ്ദേശിച്ച ജഡ്ജ്മെൻറ്റ് ലോ should not be contaminated with politics, sociology, ethics, philosophy, etc. of the judges. ജഡ്ജസിന് പല ഫിലോസഫിക്കൽ ഔട്ട്ലുക്കും ഉണ്ടാവും. ആ ഫിലോസഫിക്കൽ ഔട്ട്ലുക്കും അങ്ങയുടെ രാഷ്ട്രീയപരമായ ഔട്ട്ലുക്കും അദ്ദേഹത്തിൻ്റെ സാമൂഹികപരമായ കാഴ്ചപ്പാടും ഒന്നും ഏതിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പാടില്ല, വിധിയിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. അത് ചിലപ്പോൾ വന്നേക്കാം എന്ന് കാർഡസോയെ പോലുള്ള മഹാരഥന്മാർ ജുഡീഷ്യൽ പ്രോസസ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് എലിമെൻറ്റ്സ് ചിലപ്പം വിധി നിർണയ പ്രക്രിയയെ സ്വാധീനിച്ചേക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിരുന്നാലും അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് ഹാൻസ് കെൽസൺ പറയുന്നത്. ലോ പ്യുവറായിരിക്കണം, ശുദ്ധമായിരിക്കണം, പാല് പോലെ ആയിരിക്കണം, കണ്ടാമിനേഷൻ പാടില്ല, മാലിന്യം ഉണ്ടാകാൻ പാടില്ല. ഏതാ മാലിന്യങ്ങൾ? പൊളിറ്റിക്സ്, സോഷ്യോളജി, ഫിലോസഫി, എക്സെട്ര ഓഫ് ദി ജഡ്ജസിൻ്റെ സോഷ്യൽ ഔട്ട്ലുക്ക് അതിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇതൊരു പൂർണ്ണമായ ശരിയായ സിദ്ധാന്തമെന്ന് എല്ലാവർക്കും അഭിപ്രായമില്ല. പല ആൾക്കാരും ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അത് അങ്ങനെ പ്യുവറായിട്ട് ഒരു വിധി കൊടുക്കാൻ പറ്റില്ല. കാരണം ജഡ്ജസ് ഈ സൊസൈറ്റിയിൽ നിന്നുള്ളവരാണ്. അവർക്ക് ഈ നാടിൻ്റെ സ്പന്ദനം അവരറിയണം, അത് ഉൾക്കൊണ്ട് വേണം വിധി പറയാൻ എന്നൊരു വെർഷനുമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ പ്രശസ്തമായ ജോളി ജോർജ് വർഗീസ് വേഴ്സസ് ബാങ്ക് ഓഫ് കൊച്ചിൻ എന്ന വിധിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ടു ബി ബോൺ ആസ് എ പുവർ ഈസ് നോട്ട് എ ക്രൈം എന്ന്. പാവപ്പെട്ടവനായി ജനിക്കുന്നത് ഒരു കുറ്റമല്ല. കുറേ കൂടെ സ്റ്റൈൽ ഓഫ് ഭാഷയിൽ പറഞ്ഞാൽ ടു ബി ബോൺ ആസ് എ പുവർ ഈസ് നോട്ട് എ സിൻ. പാവമായി ജനിക്കുന്ന ഒരു പാപമല്ല എന്ന് പറയുന്നത് ശരിക്കും തീർച്ചയായിട്ടും വളരെ സാമ്പത്തികമായി കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞു വന്ന ഒരു ജഡ്ജിൻ്റെ മനസ്സ് ആ വിധിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സോഷ്യൽ ഔട്ട്ലുക്ക് ഉണ്ടാകരുത് ഒരു ജഡ്ജിന് എന്നുള്ളതിന് ഒരു എക്സെപ്ഷനായിട്ട് ആ കാഴ്ചപ്പാടിന് വിരുദ്ധമായ ഒരു സങ്കല്പം നമുക്ക് നൽകുന്ന ഒരു വിധിയും കൂടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതൊക്കെ ഓരോരുത്തരുടെ നിയമം എന്താണ്, നിയമം എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളാണ്.
2 നിരീക്ഷണങ്ങൾ കൂടെ പറഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന്, ജോൺ സ്റ്റുവർട്ട് മിൽ. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്ന് പറയുന്നത് സമൂഹം മുൻകൈ എടുക്കണമെന്നാണ്. നിയമം നടപ്പാക്കുന്നതിന് സമൂഹം മുൻകൈ എടുക്കണം. എങ്ങനെ? ഒരാളുടെ പ്രവൃത്തി സമൂഹത്തിനൊട്ടാകെ ദോഷം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തടയാൻ സമൂഹം തന്നെ മുൻകൈ എടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ നിയമം എങ്ങനെയായിരിക്കണം, നല്ല നിയമം ഏതാണ്, ചീത്ത നിയമം ഏതാണെന്ന് തിരിച്ചറിയാൻ ഒരു അളവുകോൽ പ്രദാനം ചെയ്യുകയാണ് പ്രശസ്തനായ ജെർമി ബെന്താം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ യൂട്ടിലിറ്റേറിയൻ തിയറി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്താ യൂട്ടിലിറ്റേറിയൻ തിയറി പറയുന്നത്? എന്തായിരിക്കണം ഒരു നിയമത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നത്. പർപ്പസ് ഓഫ് എവരി ലെജിസ്ലേഷൻ ഷുഡ് ബി ടു പ്രൊവൈഡ് ദി ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ടു ദി ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് പ്രദാനം ചെയ്യുന്നതായിരിക്കണം, നൽകുന്നതായിരിക്കണം നിയമം. അതെങ്ങനെ അറിയും? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്ലഷർ പ്രദാനം ചെയ്യുന്നതാണെന്ന് എങ്ങനെ അറിയും? അതിന് അദ്ദേഹം കണ്ടുപിടിച്ചൊരു ഡിവൈസാണ് ഹെഡോണിസ്റ്റിക് കാൽക്കുലസ് എന്ന് പറഞ്ഞ സങ്കല്പം. എന്താ ഇത് പറയുന്നത് വെച്ചാൽ, in order to ascertain whether a law is good or bad, place the pleasure arising out of that law on one pan of a balance and the pain arising out of it on the other pan. ഒരു നിയമം കൊണ്ടുണ്ടാകുന്ന പ്ലഷറിനെ എല്ലാം ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ വയ്ക്കുക, അതുകൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങളെയൊക്കെ മറ്റേ തട്ടിൽ വയ്ക്കുക. ഇഫ് ദി പ്ലഷർ പാർട്ട് ഔട്ട്വെയ്സ് ദി പെയിൻ പാർട്ട്, പ്ലഷർ ഭാഗം വരുന്ന ത്രാസിൻ്റെ തട്ട് താണു വരികയാണെങ്കിൽ, അതിന് ഭാരം കൂടുകയാണെങ്കിൽ കൊള്ളാം, ഇതിന് പ്ലഷറാണ് കൂടുതൽ, ആ നിയമം പാസ്സാവട്ടെ. ഒരു ഉദാഹരണത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കൊണ്ടുവന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ നിയമത്തിൻ്റെ പ്രത്യേകത എന്താ? പേരിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഉപഭോക്തൃ സംരക്ഷണ നിയമം. അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിയമം. അപ്പോൾ ചിലർ ചോദിക്കും, അതങ്ങനെ ഒരു ഭാഗത്തെ മാത്രം സംരക്ഷിച്ചാൽ നിയമം എങ്ങനെ നീതിമാനാവും? ഉപഭോക്താക്കളെ മാത്രം സംരക്ഷിച്ചാൽ മതിയോ? മുതലാളിമാരെയും സംരക്ഷിക്കണ്ടേ? എങ്കിലല്ലേ നീതിമാനായ നിയമമാണ് അതെന്ന് വിശദീകരിക്കാനും വിശേഷിപ്പിക്കാനും കഴിയൂ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതിന് മറുപടിയും കൂടെയാണ് ഇപ്പോൾ പറയുന്നത്. നോക്കൂ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് തീർച്ചയായിട്ടും ഉപഭോക്താക്കളെ സംരക്ഷിക്കാനുള്ളത് തന്നെയാണ്. അത് മുതലാളിമാർക്ക് തീർച്ചയായിട്ടും ദോഷം ഉണ്ടാക്കിയേക്കാവുന്നതാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുള്ള ആരാ? ഉപഭോക്താക്കളാണ്. മാത്രമല്ല, ഈ കച്ചവടക്കാരും മുതലാളിമാരും മൈനോറിറ്റിയാണ്. അത് കൂടാതെ അവരും ഉപഭോക്താക്കളാണ്. ഒരു മുതലാളിക്ക് എല്ലാ സാധനവും ലോകത്ത് വിൽക്കാൻ പറ്റുമോ? അയാൾ വേറെ പ്രോഡക്റ്റ് വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ഉപഭോക്താവാണ്. അപ്പോൾ എല്ലാവരും ഉപഭോക്താക്കളാണ്. അങ്ങനെ ഉപഭോക്താക്കൾക്ക് സന്തോഷം നൽകുന്ന നിയമം നല്ല നിയമമായി മാറുന്നു. ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഈ സങ്കല്പത്തെ കുറച്ചുകൂടെ മനസ്സിലാക്കാം, നന്നായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. യൂട്ടിലിറ്റേറിയൻ തിയറി പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു നിയമം നല്ലതാണോ അല്ലയോ എന്നറിയാൻ അത് സന്തോഷം നൽകണം. ആർക്ക് സന്തോഷം നൽകണം? മെജോറിറ്റി ഓഫ് ദി പീപ്പിളിൽ നിന്ന് സന്തോഷം നൽകണം. ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ നിയമസഭാ സാമാജികരും പാർലമെൻറ്റേറിയൻസിനും നല്ല നല്ല നിയമങ്ങൾ നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു നിയമവാഴ്ചയുള്ള രാജ്യവും ലോകവുമായി മാറട്ടെ, അല്ലെങ്കിൽ തുടരട്ടെ നമ്മുടെ രാജ്യവും നമ്മുടെ ലോകവും. സന്തോഷം. താങ്ക് യു.